ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപുഴയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ഒരു വീടാണ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു വില്ല ഗ്രൂപ്പാണ്. ഏകദേശം 10 വില്ലകളാണ് ഈ ഒരു പ്രൊജക്റ്റിനകത്ത് വരുന്നത്. ഈ വില്ലകളെല്ലാം തന്നെ സെയിലിനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 3 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് എങ്ങനെയാണ് ഡിസ്റ്റൻസ് എന്നുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കും അതുപോലെ തന്നെ കളക്ട്രേറ്റിലേക്കൊക്കെ പോകണമെങ്കിൽ 13 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിലേക്ക് 14 കിലോമീറ്റേഴ്സും എയർപോർട്ടിലേക്ക് വെറും 18 കിലോമീറ്റേഴ്സും മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലായിടത്തേക്കും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന സ്ഥലത്താണ് വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വില്ലയുടെ പ്രൈസ് എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. 60 ലാഖിന്റെ മനോഹരമായൊരു വീടാണ് പരിചയപ്പെടുന്നത്. ഈ കാണുന്ന 10 വില്ലകളിൽ ബാക്കി എല്ലാത്തിൻ്റെയും പ്രൈസ് ഇതിൽ താഴെയാണ് വരുന്നത്. ഈ വില്ലയിലെ ഏറ്റവും കൂടിയ പ്രൈസ് ഉള്ള വില്ലയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങളുടെ പോക്കറ്റിന് എന്തുകൊണ്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീടുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വീടിന് 60 ആണ്. ഇതിനടുത്ത് കിടക്കുന്ന ബാക്കി എല്ലാ വീടുകൾക്കും ഇതിനേക്കാൾ പ്രൈസ് കുറവാണ്. 58, 57, 55 ഇങ്ങനെയുള്ള പ്രൈസ് കാറ്റഗറികളിൽ 55 to 60 ഇടയിൽ വരുന്ന വീടുകൾ മാത്രമാണ് നമുക്ക് ഒരു പ്രൊജക്റ്റിനകത്ത് സെയിലിനായിട്ടുള്ളത്. നമുക്കപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാനിതിൽ 60 ആണ് പ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് 60 ലക്ഷത്തിലൊരു വീടെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ചെറിയ വീടായിരിക്കും, ലാൻഡ് കുറവായിരിക്കും. അതൊന്നുമല്ല, നല്ല ലാൻഡ് അളവിൽ നല്ല സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായ വീടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ എനിക്ക് തരേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇത്രയും മനോഹരമായ വീഡിയോകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുതരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തരേണ്ടത് തിരിച്ചത് സബ്സ്ക്രിപ്ഷനായിട്ട് മാത്രമാണ്. ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ഈ 10ഓളം വില്ലകൾ സ്ഥിതി ചെയ്യുന്ന പ്രൊജക്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും, അതായത് ബസ് റൂട്ടിൽ നിന്നൊക്കെ ഏകദേശം 800 മീറ്ററിൽ താഴെ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. ടാർ റോഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ വില്ലകളിലേക്ക് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കളർഫുൾ ടൈൽ വിരിച്ച റോഡുകളാണ്. ഇന്റർലോക്കിംഗ് ടൈലാണ് ഇവിടെ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള 10 വീടുകൾക്കും 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള എലിവേഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിലും മോഡലിലും ഒക്കെയാണ് ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഏറ്റവും പ്രൈസ് കൂടിയ വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അത് തന്നെ 60 ലക്ഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ബാക്കിയുള്ള പ്രൈസുകളൊക്കെ എത്ര കുറവായിട്ടായിരിക്കും വരുന്നതെന്ന്. നമ്മളിന്ന് കാണിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ വില്ലയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച ഈ കാണുന്ന വഴികൾ കടന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഗേറ്റ് കാണാം. ആ ഗേറ്റ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ലേസർ കട്ട് ഡിസൈനും ഡക്കൂഡും ഒക്കെ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് GS സ്ക്വയർ ട്യൂബിൽ അവർ ഈ ഡിസൈനിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു ഗേറ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടാണ് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കി തുറന്നു വയ്ക്കാം. അപ്പോൾ ഇതിന്റെ മെയിൻ 2 പില്ലറുകളൊക്കെ നിങ്ങൾ കണ്ടു. ഈ ഒരു പില്ലർ വന്നിട്ടാണെങ്കിൽ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും ഭംഗിയുള്ള വൈറ്റ് കളറിലുള്ള ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഇതിന് മെയിൻ എൻട്രൻസ് അവർ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഈ ഒരു എലിവേഷൻ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ പ്രൊജക്ഷൻ ഉണ്ട്, കളർഫുൾ പെയിന്റിങ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഇതിന്റെ എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം വളരെ വലിയ ഒരു പാർക്കിംഗ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഈ കാണുന്ന കാർ പാർക്കിംഗ് ഏരിയയിൽ കിട്ടുന്നത്. ഈ കാണുന്ന ഏരിയകൾ കംപ്ലീറ്റ് ആയിട്ട് ഈ മുറ്റം ഫുള്ളായിട്ട് തന്നെ ടൈലാണ് ഭംഗിയായിട്ട് അവർ വിരിച്ചിരിക്കുന്നത്. അതിനിടയിലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടാണ് ഈ ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് ചുറ്റിനുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ഈ ഒരു റൈറ്റ് സൈഡിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം പകുതി ഭാഗം വരെ ഇതുപോലെ ടൈലും ഗ്രാസ് ഒക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ 2 പേർക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം തന്നെ ബേബി മെറ്റലാണ് അവർ കംപ്ലീറ്റ് ആയിട്ട് വിരിച്ചിരിക്കുന്നത്.
ഈ വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നല്ല ആഴത്തിലുള്ള ഒരു കിണറുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വെള്ളം വിസിബിൾ ആണ്. അപ്പൊ ഈ ഒരു വളരെ ഹോട്ട് ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ ഇത്രയും വെള്ളം കാണണമെന്നുണ്ടെങ്കിൽ എന്നും വെള്ളം വറ്റാത്ത ഒരു കിണറാണെന്നുള്ളത് നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഈ ഒരു ബാക്ക് സൈഡിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ആയിട്ടാണ് നമ്മുടെ കിച്ചണൊക്കെ വരുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. ചെടികൾ എന്തെങ്കിലുമൊക്കെ നടണമെന്നുണ്ടെങ്കിലോ പച്ചക്കറിയൊക്കെ നടണമെങ്കിലും നല്ല സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടുത്തെ വെള്ളത്തിന്റെ സോഴ്സ് നമ്മൾ കിണർ കണ്ടു. നമുക്ക് മറ്റൊരു ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് KWയുടെ വാട്ടറും കൂടിയാണ്. അപ്പൊ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന ഒരു സ്പേസ് കൂടിയാണ് വരുന്നത്. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ വീടിനെ നമ്മൾ റൗണ്ട് ചെയ്തപ്പം ചുറ്റി ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ കാണുന്ന ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ടിന്റെ പില്ലർ വന്നിട്ട് ഒരു ഹാഫ് പോർഷൻ ഭംഗിയുള്ള ടെക്സ്റ്റൈൽ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീട് കംപ്ലീറ്റ് ആയിട്ട് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് വൈറ്റ് കളറിലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അതിന്റെ ബോർഡർ ആയിട്ട് സ്റ്റെപ്സിലും ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലുമാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്കൊരു 3-4 ചെയറൊക്കെ ഇടാനുള്ള സ്പേസ് കിട്ടുന്ന രീതിയിൽ നല്ല ലെങ്തി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന്റെ മെയിൻ ഡോറ് ഇത് ഫേസ് ചെയ്തിരിക്കുന്നത് ഈസ്റ്റിലേക്കാണ്. നമുക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് ഈ കാണുന്ന വീടിന്റെ ഡോർ ഫേസ് ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ട് ഡിസൈനുകളോടൊക്കെ കൂടിയിട്ട് ഒറ്റ ഒരു പാളിയിലായിട്ടാണ് ഡോർ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ അതിവിശാലമായ ലിവിംഗ് സ്പേസിലേക്കാണ്. അതിവിശാലം എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഒരുപാട് പേര് ഡൈനിങ്ങും ലിവിങ്ങും വലുത് വേണമെന്ന് സജഷൻ പറയാറുണ്ട്. അപ്പോൾ 60 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇത്രയും വലിയ ലിവിംഗ് സ്പേസ് ഉള്ള ഒരു വീട് നിങ്ങൾക്ക് വേറെ കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളിത് കാണുക. ഞാനിവിടെ നിൽക്കുന്ന ഈ ഒരു സ്പേസ് നിങ്ങൾ നോക്കുക, ഇതിന്റെ ലെങ്ത് നോക്കുക, ഇതിന്റെ വിഡ്ത്ത് നോക്കുക. നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ ഇവിടെയൊക്കെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മുടെ ഇവിടെ TV വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നമുക്ക് സോഫ സെറ്റീസും കോർണർ സോഫ സെറ്റീസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിഷന് നല്ല ഡിസ്റ്റൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു വലിയ ലിവിംഗ് സ്പേസ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്ത് മൾട്ടിവുഡിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും ക്ലോസ് ചെയ്യാവുന്ന ഡ്രോസും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് അവർ ചെയ്തിരിക്കുന്നത്. ഇതിന് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് 2 സൈഡിലായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ കയറി വരുമ്പോൾ തന്നെ അവിടെയും 3 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ഫ്ലോറിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഒരു വൈറ്റ് കളറിലുള്ള ടൈലാണ് ഫ്ലോറിലൊക്കെ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബ്ലൂയിഷ് ഡിസൈൻ അതിനകത്ത് നമുക്ക് ചെറുതായിട്ട് കാണാവുന്നതാണ്. ഇവിടെ നിന്ന് റൂഫിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ അതിമനോഹരമായിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് ഒട്ടും ആർഭാടമല്ല, ആവശ്യത്തിന് മാത്രം ഭംഗിയായ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടാണ് ഇതിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വളരെ വലിയ ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഇനി വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിന്റെ എൻട്രൻസ് നിങ്ങൾ കാണുക. വളരെ ഭംഗിയായിട്ട് മൾട്ടിവുഡിൽ തന്നെയാണ് ഇതിന്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പോക്കറ്റ് ഷെൽഫുകളൊക്കെ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിനിടയിലെല്ലാം മുകളിലൊക്കെ ആയിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 6 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഡൈനിങ്ങിന് കിട്ടുന്നത്. നല്ല ലെങ്ത്തിലും വിഡ്ത്തിലും ഒക്കെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നമുക്ക് വാഷ് ബേസിൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നിങ്ങൾക്ക് കാണാം സെറയുടെയാണ് ഇവിടെ ഒരു വാഷ് ബേസിൻ അവർ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ടുള്ള കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല സേഫ് ആയിട്ടാണ് വാഷ് ബേസിൻ അവർ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ കാണുന്ന ടോപ്പ് സ്ലാബ് വന്നിട്ട് ഗ്രാനൈറ്റും അതിന് താഴെ കബോർഡുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ടാണ് അവർ ഇവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് താഴെയുള്ള ഭാഗവും നല്ല ഭംഗിയായിട്ട് ഇതുപോലെ കബോർഡ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ ഇവിടെ വയ്ക്കാവുന്നതാണ്. അതുകൂടാതെ ബാക്കി വരുന്ന ബാലൻസ് പോർഷൻ ആണെങ്കിൽ പോലും നല്ല ഓപ്പൺ കബോർഡുകളൊക്കെ ആയിട്ട് ചെയ്തിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇതൊരു 3 BHK വീടാണ്. ഇവിടുത്തെ ഒരു ബെഡ്റൂം താഴെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് സാധാരണ നമ്മൾ കാണുന്ന വീടുകളുടെ ഒരു ഡോറിന്റെ പാറ്റേൺ തന്നെയാണ്, ഞാൻ എടുത്തു പറയുന്നില്ല. ഇവിടെ വർക്ക് കഴിഞ്ഞതിന്റെ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് മാറ്റാനുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാനത് എടുത്തു മാറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീടിന്റെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല സൈസായിട്ട് തന്നെയാണ്, നല്ല വിഡ്ത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ കാണുന്ന ഒരു ബെഡ്റൂമിൽ നമുക്ക് സ്പേസ് ലഭിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് വരുന്നത്. അതുകൂടാതെ ഇവിടുത്തെ വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിൽ നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ഗ്രാഫിക്കൽ ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ സെപ്പറേറ്റ് ഒരു ബ്രൗൺ കളറിലുള്ള പെയിന്റും കൊടുത്തിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ സിമ്പിൾ ആയിട്ടും എലഗന്റ് ആയിട്ടും ഒക്കെയാണ് റൂഫിലെ വർക്കുകൾ അവർ ചെയ്തിരിക്കുന്നത്.
അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളറിലുള്ള ടൈലാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സാനിറ്ററി ഐറ്റംസ് എല്ലാം തന്നെ സെറയുടെയാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഒരു പടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും തെറിച്ച് പുറത്തേക്ക് വരാതിരിക്കാൻ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. താഴത്തെ ആ ഒരു ബെഡ്റൂം കഴിഞ്ഞു വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഓപ്പൺ കിച്ചണിലേക്കാണ്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് ആക്കാനും ഈസിയാണ്. ജസ്റ്റ് ഒരു ഡോറ് വെക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഒരു കിച്ചണിന്റെ എൻട്രൻസ് വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് മൾട്ടിവുഡിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് പോക്കറ്റ് ഷെൽഫുകളും LED ബൾബുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഒരു ചെറിയ കിച്ചണാണ് വാസ്തുപരമായിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഫാമിലിയിലുള്ള ഒരു 2 പേർക്കോ 3 പേർക്കോ ഒക്കെ നിന്ന് മാനേജ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിച്ചണിൽ കിട്ടുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് വൈറ്റും ഈ കാണുന്ന ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറിലെ ഗ്രാനൈറ്റിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം വന്നിട്ട് ഗ്രേ ആൻഡ് വൈറ്റ് കളറിൽ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ലഭിക്കുന്ന രീതിയിലാണ് ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് സിങ്ക് വിത്ത് 2 പൈപ്പ് കണക്ഷൻസ് അവർ കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ഹാഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ വർക്ക് ഏരിയ കിട്ടുന്നുണ്ട്. അത് ഏകദേശം അതിന്റെ 3/4 ഭാഗങ്ങൾ കവേർഡ് ആണ്. നമുക്ക് ഇവിടെ ഒരു ചെറിയ ഗ്രില്ല് ഇടണമെങ്കിലോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കളയണമെങ്കിലോ അത് വീട് പർച്ചേസ് ചെയ്യാൻ വരുന്നവരുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഓണറോട് സംസാരിച്ച് ചെയ്യാവുന്നതാണ്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് ഈ കാണുന്നത്. ഇത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരുപാട് സ്പേസ് നമുക്ക് ഈ ഭാഗത്തൊക്കെ ലഭിക്കുന്നുണ്ട്. ആളുകൾക്ക് ചുറ്റിനും നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ കാണുന്ന ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീടിന്റെ താഴെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്ന സമയത്ത് സ്റ്റെപ്സ് എല്ലാം തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് എല്ലാ സ്റ്റെപ്പുകളെല്ലാം തന്നെ അവർ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് നമ്മൾ കയറി വരുന്ന വഴിക്കുള്ള ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ സേഫ് ആയിട്ട് ഫുൾ കവറോട് കൂടിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ഇവിടുത്തെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാളിലേക്കാണ്. ഹാളിന്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏകദേശം ഒരു ഗ്രാഫിക്കൽ ഡിസൈനുകളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അത്യാവശ്യത്തിന് മാത്രം വേണ്ട ഡിസൈനുകൾ മാത്രം കൊടുത്ത് ഒട്ടും ആർഭാടമാക്കാതെ എന്നാൽ ഒരു സ്റ്റാൻഡേർഡായ രീതിയിൽ മിനിമൽ വർക്കുകളാണ് ഇവിടുത്തെ റൂഫിൽ കൊടുത്തിരിക്കുന്നത്. വലിച്ചു വാരി LED ലൈറ്റുകളൊന്നും കൂടാതെ ആവശ്യത്തിന് മാത്രം വേണ്ട സ്ഥലങ്ങളിലൊക്കെയാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെയായിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ ആയിട്ട് ഈ ഒരു ഏരിയനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു വോള് കിട്ടുന്നുണ്ട്. പ്ലഗ് പോയിന്റ് ഇവിടെയുണ്ട്. നമുക്ക് TV യൂണിറ്റ് ഒക്കെ മുകൾ ഭാഗത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വോള് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്തെടുത്താൽ TV ഇവിടെ നമുക്ക് വയ്ക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒട്ടും കൺജസ്റ്റഡ് അല്ലാതെ നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പേസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് 2 റൂമുകളുണ്ട്. മുകളിലത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമുക്ക് ഈ ആദ്യത്തെ ബെഡ്റൂം തന്നെ നോക്കാം. ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം എടുത്തു പറയേണ്ടതാണ്. ബിക്കോസ് എല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്ത്തും വിഡ്ത്തും കിട്ടുന്ന രീതിയിലാണ് എല്ലാ റൂമുകളും തന്നെ അവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന്റെ വിൻഡോസ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കബോർഡുകൾ വരുന്നത് ഈ ഒരു ഭാഗത്ത് വുഡിന്റെ കളറിൽ തന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ വരുന്ന രീതിയിലാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലൊക്കെ നിറയെ ഓപ്പൺ ഷെൽഫുകളും അതിനിടയിലൊക്കെ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സാധാരണ കാണുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളൊക്കെയാണ് പൂൾ സീലിംഗ് വർക്കുകളായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഒരു ലൈറ്റ് യെല്ലോ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനാണ് ടൈലുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ അതിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂം വരുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇതും നല്ല വിഡ്ത്ത് ആൻഡ് ലെങ്ത് ഒക്കെയുള്ള നല്ലൊരു സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. സെയിം ആ ഒരു ഡിറ്റോ തന്നെയാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ട ബെഡ്റൂമിന്റെ സെയിം തന്നെയാണ് ഇവിടെയും റൂഫിലെ വർക്കുകളൊക്കെ വരുന്നത്. ഈ ഒരു റൂമിൽ അവർ കബോർഡുകളൊന്നും ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. നമുക്ക് ഓൾറെഡി താമസിക്കാൻ വരുമ്പോൾ നമ്മുടേതായ കുറച്ച് അൽമറാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ഈ റൂം യൂസ് ചെയ്യാം. കബോർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുമ്പോൾ ഒരു ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് കളറിലുള്ള ടൈലാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് കാണാനുള്ളത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് മുകൾ ഭാഗത്തൊക്കെ കവർ ചെയ്തിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റും വേസ്റ്റ് വാട്ടർ പോകാൻ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നിട്ട് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാം. സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് നല്ല സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം മുകളിൽ വരെ പിടിപ്പിച്ചിട്ടുണ്ട്. റൂഫ് മുകളിൽ എത്തുന്നത് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് അത് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടുത്തെ ഏകദേശം എല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഫൈനലി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു ഹാളിൽ നിന്ന് നമ്മൾ നേരെ സ്ട്രെയിറ്റ് നടന്നാൽ യൂട്ടിലിറ്റി ഡോറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അത്യാവശ്യത്തിനുള്ള സ്പേസ് ഇട്ടിട്ട് ഒരു ബാൽക്കണിക്ക് എത്ര വലിപ്പം വേണോ ആ രീതിയിലുള്ള സ്പേസ് ഒക്കെ ഇട്ടിട്ടാണ് ബാൽക്കണി അവർ ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള ടെക്സ്ചർ വർക്ക് ചെയ്ത പില്ലറിന്റെ കണ്ടിന്യൂഷൻ മുകളിലേക്കും വരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നോക്കാൻ നിങ്ങൾക്ക് കാണാം ടഫിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് സ്ട്രോങ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫിറ്റിംഗ് ഒക്കെയാണ് അവർ ഹാൻഡ് റെയിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ഞാൻ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ബാക്കിയുള്ള സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ എത്രയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വലിയ ലിവിങ് സ്പേസ് ഉള്ള 2 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വെള്ളത്തിന്റെ നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ള ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് 4 സെന്റ് ലാൻഡിലാണ്. 4 സെന്റ് ലാൻഡിൽ 4 സെന്റിന് കുറച്ചൊരു പൊടിക്ക് കൂടെ ലാൻഡ് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ 4 സെന്റിൽ കുറച്ചും കൂടെ കൂടുതൽ വരുന്ന അളവിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 1550 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 1550 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതൊരു 3 BHK ഹൗസ് ആണ്. ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 60 lakh ആണ്. 60 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇതൊരു വില്ല പ്രൊജക്ടിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. 10 വില്ലകളാണ് നമുക്ക് ഈ പ്രൊജക്ടിനകത്ത് വരുന്നത്. ഇതിനകത്തുള്ള വില്ലകളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 55 lakhs ആണ്. സോ 55 to 60 ആ ഒരു പ്രൈസ് കാറ്റഗറികളിലാണ് ഇതിനകത്ത് കിടക്കുന്ന എല്ലാ വില്ലകളും വരുന്നത്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ക്വയർ ഫീറ്റിലും ലാൻഡ് അളവുകളിലും ഒക്കെ മാത്രമാണ് വ്യത്യാസങ്ങളുള്ളത്. 55-നും 60-നും ഇടയ്ക്കെന്ന് പറയുന്ന ഈ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളും ആണ്. അപ്പോൾ ഈ കാണുന്ന വില്ലകൾ സ്വന്തമാക്കാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഇതിന്റെ പ്രൈസ് നെഗോഷ്യബിൾ ആണെന്ന് ഞാൻ പറയുന്നതിന് കാരണം മാർബിൾ ഹോംസിന് ഈ ബിൽഡേഴ്സുമായിട്ടൊരു ടൈപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു റേറ്റിലും കൂടെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വാങ്ങിച്ചു തരാൻ പറ്റുന്നതാണ്. ഈ ഒരു ഡിസ്കൗണ്ട് മാർബിൾ ഹോംസിലൂടെ പർച്ചേസ് ചെയ്യുന്ന വീടുകൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിളിക്കുക. സ്ക്രീനിൽ കാണുന്ന 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നില്ല. അടുത്ത മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.